പ്രിയപ്പെട്ടവരെ നമസ്കാരം. +2 എക്കണോമിക്സ് തുല്യതാ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരുമിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പൂരക വസ്തുക്കൾ. ഒരുമിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് പൂരക വസ്തുക്കൾ. ഒരു നിശ്ചിത ആവശ്യം നിറവേറ്റുന്നതിനായി ഒന്നിച്ച് ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങളെയാണ് പൂരക വസ്തുക്കൾ എന്ന് വിളിക്കുന്നത്. ഒരു നിശ്ചിത ആവശ്യം നിറവേറ്റുന്നതിനായിട്ട് ഒന്നിച്ച് ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങളെയാണ് പൂരക വസ്തുക്കൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കാറും പെട്രോളും പേനയും മഷിയുമെല്ലാം പൂരക വസ്തുക്കളാണ്. ഏതാണ് പൂർണ്ണമായും ഇലാസ്തികമായ ഡിമാൻഡിനെ പ്രതിനിധീകരിക്കുന്നത്? ED = ഇൻഫിനിറ്റ്. അതായത് വിലയിൽ നേരിയ മാറ്റം ഉണ്ടാകുമ്പോഴേ അല്ലെങ്കിൽ വില മാറാതെ നിൽക്കുമ്പോഴോ ഡിമാൻഡിൻ്റെ അളവ് അനന്തമായ മാറ്റമുണ്ടാകുന്ന അവസ്ഥ. വിലയിൽ നേരിയ മാറ്റമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വില മാറാതെ നിൽക്കുമ്പോഴോ ഡിമാൻഡിൽ അളവറ്റ അല്ലെങ്കിൽ അനന്തമായ മാറ്റമുണ്ടാകുന്ന അവസ്ഥയാണ് ഇത്. ഉൽപ്പന്നം 0 ആകുമ്പോൾ മൊത്തം വ്യതിയാന ചെലവ് TBC എത്രയായിരിക്കും? 0 ആയിരിക്കും. ഉൽപ്പന്നം 0 ആയിരിക്കുമ്പോൾ മൊത്ത വ്യതിയാന ചെലവ് TBC 0 ആയിരിക്കും. ഉൽപ്പാദനം നടക്കാത്തപ്പോൾ വ്യതിയാന ഘടകങ്ങൾ, അതായത് അസംസ്കൃത വസ്തുക്കൾ, തൊഴിലാളികൾ തുടങ്ങിയവ ആവശ്യമില്ലാത്തതിനാൽ TBC എന്തായിരിക്കും? 0 ആയിരിക്കും. ഉൽപ്പാദനം നടക്കാത്തപ്പോൾ വ്യതിയാന ഘടകങ്ങൾ എന്ന് പറയുന്ന അസംസ്കൃത വസ്തുക്കളും തൊഴിലാളികളുമാണ്. ഇവരൊക്കെ ആവശ്യമില്ലാത്തത് കൊണ്ട് TBC എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ചോദ്യം. ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ P = AR = MR. ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ P = AR = MR. പൂർണ്ണ മത്സര കമ്പോളത്തിൽ വില കമ്പോളമാണ്. പൂർണ്ണ മത്സര കമ്പോളത്തിൽ വില കമ്പോളമാണ് നിശ്ചയിക്കുന്നത്. അതിനാൽ ഉൽപ്പാദകന് വിലയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ വില കമ്പോളമാണ് എന്ത് ചെയ്യുന്നത്? നിശ്ചയിക്കുന്നത്, മാർക്കറ്റാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഉൽപ്പാദകന് വിലയിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. ഇത് കാരണം വില എന്ന് പറയുന്നത് P, ശരാശരി വരുമാനം എന്നത് AR, അതിപ്രസര വരുമാനം എന്നത് MR എന്നിവ എപ്പോഴും തുല്യമായിരിക്കും. അടുത്ത ചോദ്യം. തൊഴിൽ, പണം, പലിശ എന്നിവയുടെ പൊതുസിദ്ധാന്തം. കഴിഞ്ഞ ചോദ്യപേപ്പറിൽ കണ്ട ചോദ്യമാണ്. ആരാണ്? JM കെയ്ൻസ്. 1936 ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറയുന്ന വ്യക്തി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇത് ആധുനിക മാക്രോ എക്കണോമിക്സിൻ്റെ അടിത്തറയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പുസ്തകത്തെ ആധുനിക മാക്രോ എക്കണോമിക്സിൻ്റെ അടിത്തറയായിട്ടാണ് ഏതാണ്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകത്തെ കാണുന്നത്. ആരുടെയാണ്? JM കെയ്ൻസ്. ഒന്നുകൂടി പറയാൻ, ബുക്കിൻ്റെ പേര് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. തൊഴിൽ, പണം, പലിശ എന്നിവയുടെ പൊതു സിദ്ധാന്തം. പ്രവാഹം ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രവാഹം ഏതാണെന്നാണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ വരുമാനമാണ് പ്രവാഹമായിട്ട് വരുന്നത്. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ, ഉദാഹരണത്തിന് 1 മാസം അല്ലെങ്കിൽ 1 വർഷം അളക്കുന്ന സാമ്പത്തിക ചരങ്ങളെയാണ് പ്രവാഹം എന്ന് പറയുന്നത്. വരുമാനം ഒരു നിശ്ചിത സമയപരിധിയിലാണ് അളക്കുന്നത്. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ, ഉദാഹരണത്തിന് 1 മാസം അല്ലെങ്കിൽ 1 വർഷം അളക്കുന്ന സാമ്പത്തിക ചരങ്ങളെയാണ് പ്രവാഹം എന്ന് പറയുന്നത്. വരുമാനം ഒരു നിശ്ചിത പരിധിയിലാണ് അളക്കുന്നത്. അടുത്ത ചോദ്യം. ഒരു ഐസ്ക്രീം ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതുതരം വസ്തുവിന് ഉദാഹരണമാണ്? ഇത് മധ്യമ സാധനം, ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ഒരു ഐസ്ക്രീം ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര മധ്യമ സാധനമാണ്, ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. മറ്റൊരു ഉൽപ്പന്നത്തിൻ്റെ, ഇവിടെ ഐസ്ക്രീം നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതും അതേ വർഷം തന്നെ പൂർണ്ണമായി ഉപയോഗിച്ചു തീരുന്നതുമായ വസ്തുക്കളെയാണ് മധ്യമ സാധനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. മൊത്ത പണവിഭവമാകുന്നത് M3. മൊത്ത പണവിഭവമാകുന്നത് M3 ആണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ പണമളവുകളിൽ M3നെയാണ് വിശാല പണം അല്ലെങ്കിൽ മൊത്ത പണവിഭവം എന്ന് വിളിക്കുന്നത്. മറ്റൊരു ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ പണത്തിൻ്റെ ധർമ്മമല്ലാത്തത് ഏത്?
ബാർട്ടർ കൈമാറ്റം അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം. താഴെ തന്നിരിക്കുന്നവയിൽ പണത്തിൻ്റെ ധർമ്മമല്ലാത്തത് ബാർട്ടർ സമ്പ്രദായമാണ്. ഇത് ബാർട്ടർ സമ്പ്രദായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു പണം കണ്ടുപിടിച്ചത്. പണത്തിൻ്റെ ധർമ്മങ്ങൾ ഏതെല്ലാമാണ്? വിനിമയ മാധ്യമം, മൂല്യത്തിൻ്റെ അളവ്, മൂല്യശേഖരം എന്നിവ പണത്തിൻ്റെ ധർമ്മങ്ങളാണ്. പണത്തിൻ്റെ ധർമ്മങ്ങളാണ് വിനിമയ മാധ്യമം, മൂല്യത്തിൻ്റെ അളവ്, അതുപോലെ മൂല്യശേഖരം. ദൃശ്യ സാധനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യാപാരശിഷ്ടം. ദൃശ്യ സാധനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യാപാരശിഷ്ടം. ഒരു രാജ്യത്തേക്ക് വരുന്നതും പോകുന്നതുമായ ദൃശ്യ വസ്തുക്കളുടെ വിസിബിൾ ഗുഡ്സിൻ്റെ മാത്രം കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണിത്. ഒരു രാജ്യത്തേക്ക് വരുന്നതും പോകുന്നതുമായ ദൃശ്യ വസ്തുക്കളുടെ വിസിബിൾ ഗുഡ്സിൻ്റെ മാത്രം കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണിത്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒന്നാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത്. മറ്റു രണ്ടെണ്ണം ഏതെല്ലാമാണ്? അപ്പോൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നമാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എന്തുൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എന്തുൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, മൂന്നാമത്തേത് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. P=ABC ആയിരിക്കുന്ന ബിന്ദു അത് ഉൽപ്പാദനം നിർത്തൽ ബിന്ദുവാണ്. P=ABC ആയാൽ അത് ഉൽപ്പാദനം നിർത്തൽ ബിന്ദുവാണ്. ഷട്ട് ഡൗൺ പോയിന്റ്. എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ്? അടുത്തത് TR=TC ആയിരിക്കുന്ന ബിന്ദു. TR=TC ലാഭനഷ്ടമില്ലാത്ത ബിന്ദുവാണിത്. TR=TC ആയാൽ അത് ലാഭനഷ്ടമില്ലാത്ത ബിന്ദുവാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ്. ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? വിനിയോഗ ധർമ്മം, പുനർവിതരണ ധർമ്മം, സ്ഥിരീകരണ ധർമ്മം. വിനിയോഗ ധർമ്മം, പുനർവിതരണ ധർമ്മം, സ്ഥിരീകരണ ധർമ്മം. മറ്റൊരു ചോദ്യം കൂടി. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവീക്ഷണത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന മേഖലകൾ ലിസ്റ്റ് ചെയ്യുക. 1. ഗാർഹിക മേഖല. ഉപഭോക്താക്കളും ഉൽപാദന ഘടകങ്ങളും ഉടമസ്ഥരുമാണ് ഈ ഗാർഹിക മേഖലയിൽ വരുന്നത്. ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് പറയും. ഉപഭോക്താക്കളും ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥരും. രണ്ടാമത്തേത് ഉൽപാദന മേഖല അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ. ഉൽപാദന മേഖല അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളാണ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നവരാണിവർ. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നവർ. 3. ഗവൺമെൻറ് മേഖല. ഗവൺമെൻറ് സെക്ടറാണ്. നികുതി പിരിക്കുകയും പൊതുക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ. നികുതി പിരിക്കുകയും പൊതുക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ. 4. വിദേശ മേഖല. കയറ്റുമതിയും ഇറക്കുമതിയും നടത്തുന്ന ബാഹ്യമായിട്ടുള്ള മേഖലയാണ് വിദേശ മേഖല. വിദേശ മേഖല കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്ന ബാഹ്യമായ മേഖലയാണ്. എന്താണ് മൂലധന വസ്തു? ഉദാഹരണങ്ങൾ എഴുതുക. മറ്റ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉൽപ്പാദനത്തിനായി ദീർഘകാലത്തേക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധന വസ്തുക്കൾ അഥവാ ക്യാപിറ്റൽ ഗുഡ്. മറ്റ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉൽപ്പാദനത്തിനായി ദീർഘകാലത്തേക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധന വസ്തുക്കൾ. ഇവ ഉൽപ്പാദന പ്രക്രിയയിൽ പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല. ഉദാഹരണം ഫാക്ടറി യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ. മെഷീനറീസ്, ബിൽഡിങ്സ്, ടൂൾസ് ഇവയൊന്നും നശിച്ചു പോകുന്നില്ല. ഇവയൊക്കെ എന്താണ്? മൂലധന വസ്തുക്കളാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും 3 സ്കോപ്പുകൾ, വ്യാപ്തികൾ എഴുതുക. മാക്രോ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എഴുതാനാണ്. ദേശീയ വരുമാന നിർണ്ണയം. ഒരു രാജ്യത്തിൻ്റെ ആകെ വരുമാനവും അത് കണക്കാക്കുന്ന രീതികളും പഠിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ ആകെ വരുമാനവും അത് കണക്കാക്കുന്ന രീതികളും പഠിക്കുന്നു. 2. തൊഴിൽ സിദ്ധാന്തങ്ങൾ. സമ്പദ് വ്യവസ്ഥയിലെ ആകെ തൊഴിൽ സാഹചര്യങ്ങളെയും തൊഴിലില്ലായ്മക്കുള്ള കാരണങ്ങളെയും പരിഹാരങ്ങളെയും കുറിച്ച് പഠിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിലെ ആകെ തൊഴിൽ സാഹചര്യങ്ങളെയും തൊഴിലില്ലായ്മയ്ക്കുള്ള കാരണങ്ങളെയും പരിഹാരങ്ങളെയും കുറിച്ച് പഠിക്കുന്നു. 3. പണപ്പെരുപ്പവും പൊതുവില നിലവാരവും. രാജ്യത്തെ പൊതുവായ വിലക്കയറ്റത്തെയും സാമ്പത്തിക സ്ഥിരതയെയും കുറിച്ച് അപഗ്രഥിക്കുന്നു. രാജ്യത്തെ പൊതുവായ വിലക്കയറ്റത്തെയും സാമ്പത്തിക സ്ഥിരതയെയും കുറിച്ച് അപഗ്രഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ചോദ്യപേപ്പറിൻ്റെ മറ്റൊരു ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്നു.